വേദയും വിക്രവും മോളും ഒക്കെ അടിച്ചുപൊളിയായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ വിക്രം എന്താണെങ്കിലും വേദനയും മോളിനെയും വഴിയിൽ വെച്ച് ഇറക്കി വിട്ട് നിങ്ങൾ ഒരു ഓട്ടോയിൽ കയറി പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിക്രം ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പോകുന്നിടത്ത് വെച്ചിട്ടാണ് നമ്മുടെ വിക്രത്തിനെ കാണാതാകുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, വിക്രത്തിന് ആക്സിഡൻറ്റ് പറ്റുന്നതിന് വേണ്ടിയിട്ട് പുറകെ തന്നെ ഗുണ്ടകളെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വേദയുടെ ആങ്ങളായിട്ടുള്ള ശ്രീകാന്ത്. അതുപോലെ തന്നെ ശ്രീകാന്തിൻ്റെ ഭാര്യയായ വർഷയുടെ അച്ഛനും ചേർന്നിട്ടാണ് ഈ അതിക്രമം നടത്തിയതും കേട്ടോ. എന്താണെങ്കിലും അവിടെ നിന്ന് വിക്രം ആക്സിഡൻ്റായിട്ട് തെറിച്ച് വീഴുമ്പോൾ നമ്മുടെ രാധയുടെ ഫ്രണ്ട് ആശുപത്രി കൊണ്ടുവരുന്നുണ്ട്. ആശുപത്രി കൊണ്ടുവന്ന് ഒരു ദിവസം ഫുള്ള് കിടക്കുന്നുണ്ട് കേട്ടോ, തലേദിവസം കൊണ്ടുവന്നു. എന്നാൽ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് വിക്രമിന് യാതൊരു കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാധയ്ക്ക് അപ്പോഴത്തേക്കിനും ഒരു ബുദ്ധി ഉപയോഗിക്കുകയാണ്. എന്താണെങ്കിലും മറ്റന്നാൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുമല്ലേ, എന്നാൽ ഒരു ബുദ്ധി ഉപയോഗിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ രാധയുടെ മനസ്സിലുണ്ട് കേട്ടോ. എന്താണെങ്കിലും രാധ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഇതൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ജീന അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ അച്ഛമ്മയും വീട്ടിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ, കല്യാണമൊക്കെ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നന്ദിനി അടുത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാരയും വെക്കുന്നുണ്ട്. എന്താണെങ്കിലും വിക്രത്തിനെ കാണാൻ പോകുന്നില്ല, അതുകൊണ്ട് കല്യാണം നടക്കുന്നതൊക്കെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് വേദനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ വേദയ്ക്കാണെങ്കിൽ വിക്രം വരാത്തതിൻ്റെ പേരിൽ രാത്രിക്ക് കിടന്നിട്ട് ഉറക്കമില്ലാതെ കൂട്ടുകാരനെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവർക്കാർക്കും അറിവില്ലെന്നാണ് പറയുന്നത്. ശ്രീനിവാസിനെ വിളിച്ചിട്ടും പറയുന്നത് അവൻ ഇവിടെ വരുവാന്ന് വിളിച്ചു പറഞ്ഞു, പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെയാണ് ഫ്രണ്ട്സുകളും പറഞ്ഞ എന്താ പേരിലൊക്കെ അന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേദയ്ക്കും ആകപ്പാടെ സങ്കടവും ഡൗട്ടും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ വിക്രം ആശുപത്രി വന്ന കാര്യം വീട്ടുകാരുടെ അടുത്ത് പറയാനൊന്നും രാധ റെഡിയാവുന്നുമില്ല കേട്ടോ. എന്നിട്ട് വീട്ടുകാരുടെ അടുത്ത് പറയട്ടെ എന്ന് ജീനയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും രാധയ്ക്ക് അതിനോട് താല്പര്യമൊന്നുമില്ലേ. വിക്രമിൻ്റെ കയ്യിൽ BB അപ്പാരറ്റസൊക്കെ വെച്ചിട്ട് നഴ്സിങ്ങിനെ ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രാധ വരുന്നുണ്ട്. ജീനയോട് ഭയങ്കരമായിട്ട് കടുപ്പിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, നീ വിക്രമിൻ്റെ വീട്ടിലൊന്നും പറയണ്ട, ഈ ഒരു ദിവസം എന്നെങ്കിൽ എനിക്ക് ജയിക്കണം, നാളെയാണ് ആ ദിവസം, അതെനിക്ക് ജയിക്കുക തന്നെ വേണം, അതുകൊണ്ട് നീ ആരോടും ഒന്നും പറയണ്ടെന്നൊക്കെ പറയുമ്പോൾ ജീന രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കിനും അധികം സ്ട്രെയിനൊന്നും കൊടുക്കില്ലെന്ന് സിസ്റ്റർ പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് പിന്നെ ജീന നമ്മുടെ രാധയായിട്ട് വിക്രം ഇങ്ങനെ സംസാരിക്കുക കേട്ടോ, നീയാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അതിന് മറുപടി നമ്മുടെ രാധ പറയുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ഓർത്തെടുക്കുവാണ് 5511 എന്ന് പറയുന്ന കാറ് വരുന്നതും ഇടിക്കുന്നതും ഇടിച്ച് തെറിപ്പിച്ചതിന് ശേഷം വാളുകൊണ്ട് വെട്ടാൻ വരുമ്പോഴത്തേക്കിനും നമ്മുടെ വർഷയുടെ അച്ഛൻ തടുക്കുന്നതും ശ്രീകാന്ത് സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ വിക്രത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കേസൊന്നും ഇല്ല ഇങ്ങനെ രാധ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും പറയുന്നുണ്ട്, എനിക്ക് തീർക്കേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്ത് തീർത്തോളാം എന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വിക്രത്തിന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ രാധ ഇങ്ങനെ ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുന്നതൊക്കെ ഉണ്ട്. അതിന് മുന്നേ ചോദിക്കുന്നുണ്ട് വീട്ടിൽ പറഞ്ഞു ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല, വീട്ടിൽ ഞാൻ പറയാമെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് വേണ്ട, അമ്മയ്ക്ക് വിഷമം അതുകൊണ്ട് പറയണ്ടെന്ന് വിക്രം രാധയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോൺ എവിടെയും ചോദിക്കുക, ഫോണോ അന്നത്തേക്കിനൊന്ന് തപ്പി പരുതുവേ. ഒരിക്കലും വിക്രത്തിൻ്റെ ഫോൺ രാധയുടെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ, പക്ഷെ കൊടുക്കത്തില്ലേ. സ്വിച്ച് വന്നിട്ട് വിക്രം പറയും, രാധയോട് പറയും ഫോണിലൊന്ന് വിളിക്കുമെന്ന് പറയും. അപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും കേട്ടോ. അതെവിടെയെങ്കിലും വീണപ്പോഴത്തേക്കിനും പോയി കാണും, വേറെ ആരെങ്കിലും എടുത്തുകൊണ്ടും തരുമായിരിക്കും, വേറെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ അകപ്പെട്ട് കാണും എന്നൊക്കെ ഇങ്ങനെ രാധ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാധ ഇവിടുന്ന് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ഇങ്ങനെ രാധേനെ വിളിക്കും കേട്ടോ, രാധേനെ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും രാധ തിരിഞ്ഞു നോക്കുവാണേ. അന്നത്തേക്കിനും പറയുന്നുണ്ട് വീട്ടിൽ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുക. അതേന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിനും പറയും ഉണ്ടോ ഒരു ആപത്ഘട്ടം വരുമ്പോഴത്തേക്കിനും ഞാനല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രാധ മോനെ വെച്ചിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ വിക്രം ചിരിച്ചിട്ട് പറയും, ചിരിക്കുവേ. അന്നേരം എന്താ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, അല്ല ഒരു സമയം കിട്ടിയപ്പോൾ നീ അതിലും അഡ്വാൻറ്റേജസ് കണ്ടല്ലോ എന്നോർത്ത് ചിരിച്ചാന്നൊക്കെ പറയുവേ. അതെ, വിക്രമേട്ടൻ പറയുന്ന പോലെ തന്നെ ശരിയാണ്, ഞാൻ ഈ അവസരം വിനിയോഗിക്കുക തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടാണ് വിക്രമിൻ്റെ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ. എനിക്ക് ജയിക്കണം, എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയാണ് കേട്ടോ. വേദ ദൈവത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ ഇവിടോട്ട് വന്നത് തിരികെ പോകണമെന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഈ വീട്ടുകാരുടെ അന്തരീക്ഷമൊക്കെ ആയിട്ട് ഞാൻ ഒത്തുചേർന്നപ്പോൾ എനിക്കിവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അതുപോലെ വിക്രമമായിട്ട് അടിയും വഴക്കുമൊക്കെ ആണെങ്കിലും ആ സ്നേഹം ഞാനിപ്പോൾ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കല്യാണം വരെ ദൈവം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ എന്നൊക്കെ ഇങ്ങനെ വേദന പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നന്ദിനി അപ്പോഴത്തേക്കിനും വന്നിട്ട് നമുക്ക് വേദക്കിട്ട് എത്രത്തോളം കുത്താവോ അത്രത്തോളം കുത്തുന്നൊക്കെ ഉണ്ട്.
എന്താണെങ്കിലും വേദ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നന്ദിനിയുടെ അടുത്ത് കളിയാക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എന്നിട്ട് ദൈവം എന്താന്ന് വിക്രത്തിനെ കൊണ്ടുവന്ന് തരാമെന്ന് അവിടുന്ന് മെസ്സേജ് കൈലാസത്തിൽ നിന്ന് മെസ്സേജ് അയച്ചു എന്നൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ വേദ നമ്മുടെ നന്ദിനിയുടെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് വഴിയെ ദൈവം തരും, നീ നന്ദിനിയുടെ അടുത്ത് സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനിയുടെ അടുത്ത് ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതാണ്, എന്നോട് പൊറുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേദ വെളിയിൽ നിന്ന് കണ്ടിട്ട് അപ്പോൾ പേടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ വിനായകനാണെങ്കിൽ നമ്മുടെ വിക്രത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടുകാരുടെയൊക്കെ അടുത്തൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, വിക്രത്തിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാണ് അവരും പറയുന്നത്. പിന്നെ ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കിനും ഇവരും പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ സാർ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടതാണെന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറയുവേ. അതിനുശേഷം പറയും, കണ്ടോടോ നാട്ടുകാരും അതുപോലെ കൂട്ടുകാരും എല്ലാവരും പറയുന്നത് നമ്മൾ മാറ്റി നിർത്തിയതെന്നാണ് പറയുന്നത്, ഇനി അവനായിട്ട് വല്ലതും മാറി നിന്നിട്ടുണ്ടാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും മാറി നിന്നിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയുന്നതാണെന്നൊക്കെ പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീനിവാസൻ്റെ സഖാക്കളിൽ ഒരാൾക്ക് കോൾ വരും കേട്ടോ. എന്താ എവിടെയാ എന്താന്നൊക്കെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീനിവാസനൊക്കെ ഇങ്ങനെ നോക്കുവാണേ. എന്താന്ന് ചോദിക്കും കേട്ടോ. വിക്രമിൻ്റെ ബൈക്ക് കിട്ടിയെന്നാണ് പറയുന്നത്, ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ബൈക്ക് കിട്ടിയിട്ടുണ്ട്, ആരോ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ മനഃപൂർവ്വം ആണോ എന്നങ്ങനെ ചോദിക്കാം. അത് മനഃപൂർവ്വം ആവാനാണ് ചാൻസ്, കാരണം ആ ഒറ്റ വഴിക്ക് പോലും CCTV പോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലുട്ടാപ്പിക്കൊക്കെ ആകപ്പാടെ സങ്കടമാവുമേ. എന്നിട്ട് പിന്നെ നമുക്ക് പോയി അന്വേഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പറയുന്നുണ്ട്, അഭിലാഷിനെ ഒന്ന് നോക്കണം, കുറച്ച് ദിവസമായിട്ട് അഭിലാഷ് അവൻ്റെ പുറകെ തന്നെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും കൂട്ടുകാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പല ഹിൻറ്റും വെച്ച് നോക്കുമ്പോഴത്തേക്കിനും നന്ദിനിയാണെങ്കിലും ഇങ്ങനെ അവനെ കല്യാണത്തിന് ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ ഓർക്കുമ്പോഴത്തേക്കിനും വിനായകനൊരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് വീട്ടിൽ റൂമിലേക്ക് വന്നിട്ട് നന്ദിനി ഇങ്ങനെ തുണിയൊക്കെ അടുക്കി വെക്കുമ്പോഴത്തേക്കിനും വിനായകൻ നമ്മുടെ നന്ദിനിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണത്തിൻ്റെ കാര്യം എന്താവോ എന്തോ, വിക്രമനെ കിട്ടിയല്ലേ കല്യാണത്തിന് സാധ്യതയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നന്ദിനി പറയുന്നു, വിനായകന് ഒട്ടും പേടിക്കേണ്ട, എന്താണെങ്കിലും കല്യാണം ഒന്നും നടക്കാൻ പോകത്തില്ല, കല്യാണം നടന്നതിന് ശേഷമേ വിക്രം ഇവിടെ കാണുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വിനായകന് ഇതിൽ ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വേദയാണെങ്കിൽ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ തീ പൊള്ളിച്ചാകുമെന്നാണ് പറഞ്ഞേക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, അങ്ങനെയൊക്കെ അവൾ പറഞ്ഞു, അതുകൊണ്ട് അവൾ എനിക്കിട്ട് മനഃപൂർവ്വം കരുവാക്കുന്നതല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, നമ്മുടെ വേദ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ രണ്ടും വിടാതെ തന്നെ നന്ദിനി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ കല്യാണത്തിന് ശേഷമേ വിക്രം ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പം വിനായകന് സംശയമൊക്കെ തോന്നുവാണേ. അല്ല, നീ ഇങ്ങനെ ഇത്ര ഉറപ്പോടു കൂടി പറയണമെങ്കിൽ നീയാണോ ഇതിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുക, എന്തേ വിനായകേട്ടാ ഇങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ, അല്ലെങ്കിൽ തന്നെ എനിക്കില്ലാത്ത കുഴപ്പങ്ങളൊന്നുമില്ല, തള്ളയുടെ ചെവിയിലെങ്ങാനും ചെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല, ഇങ്ങനൊന്നും പറയല്ലെന്ന് ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ടേ. നമ്മുടെ അച്ഛമ്മ വിനായകനെ വിളിക്കുന്നുണ്ട്, വിനായക ഇങ്ങോട്ട് വാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും പ്രാഗിക്കൊണ്ട് നമ്മുടെ നന്ദിനിയും കൂടെ വരുന്നുണ്ട്, ചെല്ല് എന്നൊക്കെ പറയും കേട്ടോ. വന്നു കഴിഞ്ഞതിന് ശേഷം, എടാ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി അവിടെ കാണുന്നില്ല, നീ അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം പറഞ്ഞു, അവിടെ വിക്രമിൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോയി അന്വേഷിച്ചു, അപ്പോൾ അവർക്കറിയുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ശ്രീനിവാസിൻ്റെ അടുത്ത് പോയിട്ട് മറ്റുള്ള ആളുകളൊക്കെ അന്വേഷിച്ചപ്പോഴും അവിടെയും ആർക്കും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എവിടെയാണ് പോയെന്ന് അറിയത്തില്ല, ഇത് മനഃപൂർവ്വം അവൻ മാറി നിന്നതാണ്. അപ്പോഴത്തേക്കിനും നന്ദിനി പറയും കേട്ടോ, അന്നേരത്തേക്കിനും അങ്ങനെയാണോ മോളെ വേദ എന്നൊക്കെ ഇങ്ങനെ അമ്മയും മുത്തശ്ശിയും കൂടെ ചോദിക്കുക. അന്നേരം വേദ പറയുന്നുണ്ട്, എന്താണെങ്കിലും കല്യാണം നടക്കും, മുടങ്ങത്തില്ല എന്ന് വേദയും പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, അങ്ങനെയാണോ, വിക്രമിനെ കേണ്ട് കിട്ടിയെങ്കിൽ എന്നോടും കൂടെ ഒന്ന് അറിയിക്കണേ എന്നൊക്കെ ഇങ്ങനെ നന്ദിനി വെല്ലുവിളിക്കുന്നുമുണ്ട്. നമ്മുടെ വിക്രത്തിനെ തപ്പാനായിട്ട് പല വഴികളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, വിക്രത്തിനോട് ദേഷ്യമുള്ള ആരൊക്കെയാണെന്ന് മോക്കറിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അങ്ങനെ പ്രത്യേകിച്ച് വിക്രത്തിന് അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല എന്ന് പറയുവേ. എന്താണെങ്കിലും നിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ശ്രീകാന്തേട്ടന് ചെറിയൊരു ഇതുണ്ടെന്ന് പറയും കേട്ടോ. അപ്പം നീ ശ്രീകാന്തനെ വിളിക്കുക, അവനുമായിട്ട് സംസാരിക്കുമ്പം എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാമെന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ശ്രീകാന്തനെ വിളിക്കുമ്പോൾ ശ്രീകാന്ത് ഒരു ഹിൻറ്റും കൊടുക്കാത്ത രീതിയിൽ സംസാരിക്കുവേ. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ വീട്ടിൽ നിന്നല്ല, ഇനി വേറെ ആരാന്ന് ഇങ്ങനെയൊക്കെ നോക്കും കേട്ടോ. പെട്ടെന്നാണ് ഒന്നുകൂടെ നീ ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഒന്നുകൂടെ അവനെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ജീന ഇന്നലെ വൈകിട്ട് വിളിച്ച കോൾ അലേർട്ട് കിടക്കുന്ന കേട്ടോ. ഫ്ലൈറ്റ് മോഡിലായിരുന്നു, അപ്പോൾ അതങ്ങനെയായിരുന്നല്ലോ ഇട്ടിരുന്നത്. അപ്പോഴത്തേക്കിനും കോൾ അലേർട്ട് കാണിക്കുകയാണേ. അപ്പോഴത്തേക്കിനും നീ എന്നാ ഒന്ന് ജീനനെ വിളിക്കുന്നു പറയുമ്പോഴത്തേക്കിനും ജീനെ ഫോൺ വിളിക്കുമ്പോൾ ജീനെ കട്ട് ചെയ്യും കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോഴും എനിക്കറിയാം എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
അത് പറഞ്ഞില്ലെങ്കിൽ ജീനക്കറിയാമല്ലോ എന്നെ, ഞാനത് പറയിപ്പിച്ചിരിക്കുമെന്ന് പറയുവേ. അന്നേരത്തേക്കിനും രാധേനെ വിളിക്ക് വേദ, അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് ജീന ഫോൺ കട്ട് ചെയ്യുവേ. എന്നിട്ട് പിന്നെ വേദ ഇങ്ങനെ രാധേനെ ഫോൺ വിളിക്കുവാണേ. പിന്നീട് വേദ നമ്മുടെ രാധേനെ വിളിക്കുവാണേ. അപ്പോഴത്തേക്കിനും രാധ ഫോൺ വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യുക മാത്രമല്ല സ്വിച്ച് ഓഫും ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ ചോദിക്കും എന്താണെന്ന് ചോദിക്കുക. അന്നേരം പറയും സ്വിച്ച് ഓഫ് ചെയ്തെന്ന് പറയേ. ഇപ്പം എനിക്ക് കാര്യമെല്ലാം മനസ്സിലായി, നീ പെട്ടെന്ന് പോയിട്ട് ഒരുങ്ങുക, ഇനി ബാക്കി ആക്ഷൻ അച്ഛമ്മയുടെ ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. എന്താണെങ്കിലും അവരിങ്ങനെ ഒരുങ്ങിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്കും വന്ന് നമ്മുടെ രാധയുടെ അച്ഛനിങ്ങനെ ആകപ്പാടെ ദേഷ്യത്തിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ. വരുമ്പോഴത്തേക്കിനും നമ്മുടെ രാധ ഇങ്ങനെ ചോറൊക്കെ ഇറങ്ങിയിട്ട് ആശുപത്രി പോകാനായിട്ട് ഒരുങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ അമ്മ എന്തെങ്കിലും ചോദിക്കുക. അമ്മ ഇവിടെ ഇല്ലെന്ന് പറയുവേ. നീ എങ്ങോട്ടാന്ന് പറയാം, ആശുപത്രിയിലേക്കാന്ന് പറയും കേട്ടോ. ആശുപത്രിയിലാരാ, ജീനയാന്ന് പറയും കേട്ടോ. ജീനയ്ക്ക് ഒരു ആക്സിഡൻ്റ് ആയെന്ന് പറയുവേ. അങ്ങനെ ജീനയ്ക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ജീന അങ്ങോട്ടേക്ക് ഓട്ടോയുമായിട്ട് വരികയാണ് കേട്ടോ. ഈ ഓട്ടോയായിട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ രാധ അങ്ങ് ഞെട്ടുവാണേ. അച്ഛൻ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ മുടുക്കുത്തിന് പിടിക്കും കേട്ടോ. നീയല്ലേ പറഞ്ഞത് ജീനയാണ് ആശുപത്രിയിലെന്ന്, എന്നിട്ട് ഇത് നിൽക്കുന്ന ആരാന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അച്ഛമ്മയും വേദയും അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങാണ് കേട്ടോ. അവളെ ഒന്നും ചെയ്യണ്ട, അവൾ നിങ്ങളുടെ മോൾ ഇന്നലെ നല്ല രണ്ട് കാര്യങ്ങൾ ചെയ്തു, ഒരു നല്ല കാര്യവും ഒരു ചീത്ത കാര്യവും. എൻ്റെ കൊച്ചുമോനെ നമ്മുടെ രാധ രക്ഷിച്ചു. അത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ അവിടെ വെച്ചിട്ട് പിന്നീട് അവൾ അത് മറച്ചു വെച്ചു. അപ്പോൾ അത് രണ്ടാമത്തെ ചെയ്ത തെറ്റുകാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുന്നുണ്ട്, ജീനനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വരാമായിരുന്നു. പക്ഷേ അവിടെ പോയി ജീനനെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വന്നിട്ട് പോകാമെന്ന് കരുതിയിട്ട് തന്നെയാണ്. കാരണം ഇവിടെ അച്ഛനും അമ്മേനും കൂടെ വിവരങ്ങളും കാര്യങ്ങളും ധരിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി നമ്മുടെ രാധയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്, ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, എണീറ്റിട്ട്. അപ്പോൾ ഇങ്ങനെ ജനലിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ആ ഡ്രോയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുവാണേ. അപ്പോഴത്തേക്കിനും ഫോൺ കിട്ടും കേട്ടോ. അപ്പോൾ രാധ കള്ളത്തരം പറഞ്ഞത് ഇവിടെ വന്നപ്പം ഫോണില്ലായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ രാധ പറ്റിച്ചതാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ നാളെ തീർച്ചയായിട്ടും വേദ വിക്രമിനെയും കൊണ്ട് വീട്ടിലോട്ട് കയറി വരുന്ന കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്